നമസ്കാരം. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഏറ്റവും പുതിയ ലക്കത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. CBI മുൻ SP ത്യാഗരാജന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ രാജീവ് ഗാന്ധി വധക്കേസ് അന്വേഷിക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും നീതി നടപ്പിലാക്കുന്നതിൽ നീതിന്യായ വ്യവസ്ഥയ്ക്കും പാളിച്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കുകയാണ് ഈ ലക്കം സ്പെഷ്യൽ കറസ്പോണ്ടന്റ്. മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പുദൂരിൽ തെരഞ്ഞെടുപ്പ് റാലിക്കെത്തിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധിക്കപ്പെടുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 26 പേരെ അറസ്റ്റ് ചെയ്തു. മെയ് 21 രാജ്യം പൊതുതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയ സമയം. തെരഞ്ഞെടുപ്പ് റാലികളും പൊതുയോഗങ്ങളും രാജീവ് ഗാന്ധിയുടെ ദിനചര്യയുടെ ഭാഗം. വിശാഖപട്ടണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് രാജീവ് ഗാന്ധി നേരെ പോയത് തമിഴ്നാട്ടിലേക്ക്. തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിലെ കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി മരതകം ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ലക്ഷ്യം. പ്രസംഗവേദിയിലേക്ക് വിരിച്ച ചുവന്ന പരവതാനിയിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു രാജീവ്. ഈ വഴിയിലായിരുന്നു ചാവേർ തനുവും ശുഭയും ശിവരശനും കാത്തുനിന്നത്. രാജീവിനെ മാലയണിയിക്കാനായി എത്തിയ തനു എന്ന തേൻമൊഴി ഗായത്രി രാജരത്നം മുന്നോട്ടു നീങ്ങിയെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥൻ തടഞ്ഞു. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥനെ കൈ ഉയർത്തി കാണിച്ച് രാജീവ് വിലക്കി. ഹാരാർപ്പണത്തിനുശേഷം രാജീവ് ഗാന്ധിയുടെ പാദങ്ങൾ തൊടാനെന്ന വ്യാജേന കുനിഞ്ഞ തനു തന്റെ ശരീരത്തിൽ ഒളിപ്പിച്ചുവെച്ച ബെൽറ്റ് ബോംബിന്റെ സ്വിച്ചിൽ വിരലമർത്തുകയായിരുന്നു. ശക്തമായ സ്ഫോടനത്തിൽ രാജീവും ചുറ്റും നിന്നിരുന്ന 15 പേരും തിരിച്ചറിയാനാവാത്ത വിധം ഛിന്ന ഭിന്നമായി. സ്ഫോടന സ്ഥലത്തുനിന്ന് ലഭിച്ച ക്യാമറയും ഫിലിം റോളുകളുമാണ് കൊലപാതകികളെ തിരിച്ചറിയാൻ സഹായകമായത്. രാജീവ് വധം ആസൂത്രണം ചെയ്തവർ തന്നെ ഏർപ്പാട് ചെയ്ത ഫോട്ടോഗ്രാഫർ ഹരിബാബുവിൻ്റേതായിരുന്നു ക്യാമറ. സ്ഫോടനത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടെങ്കിലും ക്യാമറ സ്ഫോടനത്തെ അതിജീവിച്ചു. രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിക്കരികിൽ എത്തുന്നതിന് മുമ്പ് അവിടെ എത്തിയ തനുവും ശിവരശനും ശുഭയും സംസാരിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ അടങ്ങിയതായിരുന്നു ഫിലിം റോൾ. ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴീലം എന്ന തമിഴ് വിമോചന സംഘടനയിലെ കണ്ണികളായിരുന്നു ശിവരശനും ശുഭയും തനുവുമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. 1991 മെയ് 24 DR കാർത്തികേയൻ എന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രാജീവ് ഗാന്ധി വധക്കേസ് അന്വേഷിക്കാൻ തുടങ്ങി. എങ്ങനെയായിരുന്നു അറിവ് എന്ന 19കാരൻ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്നതെന്ന് പരിശോധിക്കാം. ശ്രീലങ്കയിൽ തമിഴ് സിംഹള വംശീയ കലാപം പാരമ്യത്തിലെത്തിയ സമയം. തമിഴ്നാട്ടിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് കുടിയേറിപ്പോയ തമിഴർക്കുനേരെ അതിക്രമങ്ങൾ തുടർക്കഥയായിരുന്ന കാലം. ശ്രീലങ്കൻ തമിഴ് വംശജരോട് ഇന്ത്യൻ സർക്കാർ സഹതാപവും അനുകമ്പയും ഐക്യദാർഢ്യവും കാണിച്ചിരുന്നു. ഇന്ത്യയിൽ LTT താവളങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിയായിരുന്നു ഇന്ദിരാഗാന്ധി സർക്കാർ LTT പോരാട്ടകരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴീലത്തിന് അനുഭാവികളും പ്രവർത്തകരുമായി ധാരാളം പേരുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. അതിലൊരാളായിരുന്നു അറിവു എന്ന പേരറിവാളൻ. വെല്ലൂരിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ വിദ്യാർത്ഥി. രാജീവ് ഗാന്ധി വധം ആസൂത്രണം ചെയ്യാൻ ചെന്നൈയിൽ തമ്പടിച്ചിരുന്ന LTT പോരാളി ശിവരശനെ ഈലം പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പേരറിവാളൻ പരിചയപ്പെടുന്നത്. 1990 பீரியடில் வந்துட்டு பார்த்திங்கன்னா தமிழ்நாட்டில் 85 to 90 வந்துட்டு இந்திரா காந்தி, MGR, கவர்மெண்ட்டு, இங்கே இருக்கிற எல்லா காலேஜ் பசங்க எவ்ரிபடி சப்போர்ட் ஈழம் ஸ்ட்ரகிள். ஸோ அப்போ வந்துட்டு LTTE அப்படின்லேருந்து வந்தாச்சு, அப்படி ஒரு ஆள் வந்தாச்சு அப்படின்னா LTTE வந்துட்டு ஒரு பெரிய ஆளாக தான் பார்க்கும். ஸோ இட் வாஸ் அ பாக்கியம். LTTE ஆளுக்கு வந்துட்டு நம்ம ஹெல்ப் பண்ணுறது இஸ் அ கிரேட் ஹானர். So പേരറിവാളൻ helped everybody. 1991 ജൂലൈ 11 പേരറിവാളൻ രാജീവ് ഗാന്ധി വധക്കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായി. ജ്വാലാർപേട്ടിലെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം പേരറിവാളന്റെ മാതാപിതാക്കളോട് മകനെ കൂട്ടി പെരിയാർ തിടൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വരണമെന്ന് അഭ്യർത്ഥിച്ച് മടങ്ങുകയായിരുന്നു. അഭ്യർത്ഥന പ്രകാരം പെരിയാർ തിടൽ കോടതിയിൽ മകനുമായി പേരറിവാളന്റെ മാതാപിതാക്കളെത്തി. 8 ദിവസത്തെ കസ്റ്റഡിയിൽ വെക്കപ്പെട്ടു പേരറിവാളൻ.
ஜூன் 10ஆம் தேதி இரவு எங்கள் வீட்டு கதவை யாரோ தட்டினாங்க. அப்போ பார்த்தா வெளியே போலீஸ்காரங்க நிறைய பேர் நின்றுட்டு இருந்தாங்க. அடுத்து கேட்டாங்க, உங்கள் பையன் எங்கன்னாங்க. ரொம்ப நேரம் பார்த்து, அவர் திடலில் இருக்கார், மேலே படிக்கிறதுக்கு போனார், அங்கேயே தங்கி இருக்கிறாரு, அவங்களுக்கு உதவியா அப்படின்னு. நாளைக்குள்ளே வந்துட்டா நான் இங்கேயே பார்த்துட்றேன், இல்லைன்னா 2 நாள் பொறுத்துனா மல்லிகைக்கு கூப்பிட்டு வாங்க அப்படின்னு. நளினி எங்கே இருக்கிறான்னு சொன்னால் மட்டும் போதும் அப்படின்னாரு. இவன் சொன்னான், அதை பற்றி எனக்கு எதுவும் தெரியாதே. சரிம்மா, நான் கூப்பிட்டு போய் விசாரிச்சுட்டு நாளை காலையில் நீங்கள் வந்து கூப்பிட்டு வந்துடுங்க அந்த മല്ലിയിലിருந்து அப்படின்னாரு. നളിനി എവിടെ, ശിവരാജിനെ എങ്ങനെ അറിയാം എന്നീ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുകയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. 8 ദിവസത്തിനു ശേഷം മല്ലികൈ എന്ന ടാഡ കോടതി മുറിയിലേക്ക് പേരറിവാളിനെയും കൊണ്ടുപോയി. കൊടിയ പീഡനങ്ങളുടെ ദുരന്തകാലമായിരുന്നു ഇവിടെ പേരറിവാളിനെ കാത്തിരുന്നത്. വാസ്തവത്തിൽ ടാഡ എന്ന കിരാത നിയമത്തിന്റെ ചതിക്കുഴിയിൽ അറിയാതെ പെടുകയായിരുന്നു പേരറിവാളൻ. ടാഡ നിയമപ്രകാരം അറസ്റ്റിലാകുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന ഒരു പരിഗണനയും ലഭിക്കുകയില്ല. ജാമ്യമെടുക്കാനോ വിചാരണ ചെയ്യപ്പെടാനോ നിരപരാധിത്വം തെളിയിക്കാനോ ടാഡ നിയമം വ്യവസ്ഥ ചെയ്യുന്നില്ല. ഭീകരപ്രവർത്തന വിരുദ്ധ കരുതൽ തടങ്കൽ നിയമം ഭീകരവാദിയെന്ന് സംശയിക്കുന്ന ഏതു പൗരനെയും എവിടെ വച്ചും എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യുന്നതിനും വിചാരണ കൂടാതെ തടവിൽ വയ്ക്കുന്നതിനുമുള്ള അധികാരം നൽകുന്നതാണ് ടാഡ നിയമം. ടാഡ നിയമപ്രകാരം അറസ്റ്റിലായാൽ ഇന്ത്യയിലെ ഒരു കോടതിയിലും അത് ചോദ്യം ചെയ്യപ്പെടാനാവില്ല. 1987 നിലവിൽ വന്ന ഈ നിയമപ്രകാരമായിരുന്നു പേരറിവാളനടക്കമുള്ളവരുടെ അറസ്റ്റും പ്രതിചേർക്കലും. ടാഡ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി രാജ്യത്ത് പ്രത്യേക കോടതികൾ സ്ഥാപിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുറി പോലും ടാഡ കോടതിക്കായി രൂപാന്തരപ്പെടുത്താം. ഇത്തരത്തിൽ രൂപാന്തരപ്പെടുത്തിയ കോടതിയായിരുന്നു ചെന്നൈയിലെ മല്ലികൈ. മല്ലികയിലെ പീഡനമുറകൾ അസഹ്യവും മനുഷ്യത്വരഹിതവുമായിരുന്നെന്ന് പേരറിവാളൻ ജയിലിൽ വെച്ചെഴുതിയ ആൻ അപ്പീൽ ഫ്രം ഡെത്ത് റോ എന്ന പുസ്തകത്തിൽ വിവരിച്ചത് മനുഷ്യാവകാശ പ്രവർത്തകനായ സെൽവരാജ് നിർമ്മിച്ച ഡോക്യുമെന്ററിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ. நாடு வந்த அனாத நாய் சார், இவன் ஜோலார்பேட்டை சார். சோறு தண்ணி எதுவும் கொடுக்காதீங்க. நீ நைட்டுக்குள்ள வாயை திறக்கணும், இல்லாட்டி சாகணும். என்னடா கேட்டா? என்னடா கேட்டா? தண்ணி தண்ணி குடுறா. இதுக்காக வாயை திறப்பியாடா? குடுறா, தண்ணி குடுறா. எத்தனை பேர் வந்திருக்கீங்க? எங்கடா தங்கி இருக்கீங்க? எனக்கு தெரியாதுங்க. அவங்களுக்கு கேட்க மாட்டான். நீங்க அனுப்பிச்சு ஒண்ணு கேட்க இந்த கலப்படியா? நான் போய் பேரறிவாளனில் ஜெயிலில் விசிட் பண்ணினேன். அங்கே விசிட் பண்ணிவிட்டு அவர்கிட்ட நான் இந்த விஷயம்லாம் கேட்டேன். அப்போ அவர் சொல்லியாச்சு, அது பெரிய an appeal from the death row அப்படின்னு ஒரு புத்தகம் அவர் எழுதியிருக்கு. அந்த புத்தகத்தில் அவர் என்ன பண்ணினார், என்ன எல்லாமே க்ளீனாக எழுதியிருக்கு. தட் வாஸ் அ வெல் ரிட்டன் புக்கு. 10th ஜூன்லேயே வந்துட்டு அவரை பெரியார் திடல் அப்படின்னு சொல்லி ஒரு பிளேஸ், அங்கேருந்து அவரை ஒரு நாள் விசாரிச்சுட்டு அனுப்பிடுறோம் என்னட்டு அவரை கூட்டி போயாச்சு. ஸோ இவரை கூட்டி போய் 8 days வந்துட்டு அன்லாஃபுல் கஸ்டடி அதில் வச்சு அவரை வந்து நல்லா டார்ச்சர் பண்ணியிருக்காங்க. അന്വേഷണ ഉദ്യോഗസ്ഥരായ DIG രാജു, SP V ത്യാഗരാജൻ തുടങ്ങിയവരായിരുന്നു മല്ലികയിൽ പേരറിവാളിനെ ചോദ്യം ചെയ്തത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമ വിദ്യാഭ്യാസ യോഗ്യതയുള്ള പേരറിവാളിനോട് നീയല്ലേ ബോംബ് നിർമ്മിച്ചതെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചത്. അല്ലെന്ന മറുപടി പേരറിവാളനെന്ന 19കാരന് സമ്മാനിച്ചത് 3ാം മുറ പ്രയോഗം. മല്ലികയിലെ പീഡന അറയിലേക്ക് പേരറിവാളിനെ കൂട്ടിക്കൊണ്ടുപോയി. ഭക്ഷണവും വെള്ളവും നിഷേധിച്ചുകൊണ്ടുള്ള പീഡനമുറ ആരംഭിച്ചു. മൂത്രമൊഴിക്കാൻ പോലും സമ്മതിച്ചില്ല. കാലുകൾ മുകളിലേക്കുയർത്തി 180 ഡിഗ്രിയിൽ അകറ്റി. സിമന്റു നിറച്ച് സെറ്റു ചെയ്ത പൈപ്പ് കൊണ്ട് കാലിലടിച്ചു.
ബോംബ് നിർമ്മിച്ചവൻ LTTയുടെ സജീവ പ്രവർത്തകൻ, നളിനിയുടെയും ശിവരശന്റെയും ആത്മമിത്രം എന്നീ വ്യാജ ആരോപണങ്ങൾ സമ്മതിക്കുന്നതുവരെ വെള്ളം നൽകരുതെന്നായിരുന്നു CBI SP V ത്യാഗരാജന്റെ നിലപാട്. പീഡിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ത്യാഗരാജൻ പേരറിവാളിന്റെ മൊഴി രേഖപ്പെടുത്തി. 9 വോൾട്ടിന്റെ 2 ബാറ്ററി സെല്ലുകൾ ഞാൻ ശിവരശനു വാങ്ങി നൽകി. ഇത് ബോംബ് നിർമ്മിക്കാനുള്ള ബാറ്ററികളാണെന്ന് എനിക്കറിയാമായിരുന്നു. ഇതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റെക്കോർഡിലെ പേരറിവാളിന്റെ മൊഴി. അങ്ങനെ കൊലപാതകത്തിന് ബെൽറ്റ് ബോംബ് നിർമ്മിക്കാൻ സഹായിച്ച ആളാരെന്ന വിഷമ പ്രശ്നത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ത്യാഗരാജൻ ഉത്തരം കണ്ടെത്തി. ബോംബ് നിർമ്മാണം, ഗൂഢാലോചന തുടങ്ങിയവ കണ്ണി ചേർക്കാനായി പേരറിവാളിന്റെ മൊഴി കോടതിയിൽ ഉപയോഗപ്പെട്ടു. കേസിൽ അറസ്റ്റിലായ 26 വ്യക്തികളിൽ 17 പേരുടെ കുറ്റസമ്മത മൊഴികൾ രേഖപ്പെടുത്തിയത് V ത്യാഗരാജനായിരുന്നു. സ്പെഷ്യൽ കറസ്പോണ്ടന്റിൽ ഒരു ഇടവേളയാണ്, തിരിച്ചെത്താം. പേരറിവാളന്റെ മൊഴി കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ആവശ്യം വേണ്ട തിരുത്തലുകൾ വരുത്തിയെന്നാണ് 22 വർഷങ്ങൾക്കിപ്പുറം അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന V ത്യാഗരാജൻ വെളിപ്പെടുത്തിയത്. രാജീവ് ഗാന്ധി വധക്കേസിലെ ഗൂഢാലോചനയും ബോംബ് നിർമ്മാണവും തമ്മിൽ ബന്ധപ്പെടുത്തി കോടതിയിൽ തെളിവുണ്ടാക്കാൻ തിരിമറി നടത്തുമ്പോൾ പേരറിവാളിന് നഷ്ടമായത് ജീവിതത്തിലെ വസന്തകാലമായിരുന്നു. Nadira, one of the confessions I recorded is that of Arivu. In the case of Arivu, I recorded it's about 3-4 pages. There is no problem about other facts, but only when it came to the purchase of the battery, then Arivu told me, sir, I did not know at that time as to what purpose I was being asked to buy it. Now, the dilemma before me as a professional was, it may be true, it may not be true, because there is no means of verifying as to whether what he said to me at that time was true or not. So therefore, what I did was, I did not record it as it is. So that sentence was omitted in Tamil. അന്നു കാണിച്ച തിരിമറിയും അറിവിന്റെ 22 വർഷത്തെ കാരാഗൃഹവാസവും ഓർക്കുമ്പോൾ തനിക്ക് മനസാക്ഷിക്കുത്ത് സഹിക്കാനാവുന്നില്ലെന്നും V ത്യാഗരാജൻ പറയുന്നു. വർഷങ്ങളായി ഇതെന്നെ ഭീകരമായി അലട്ടിക്കൊണ്ടിരിക്കുന്നു. അറിവിനെ വധശിക്ഷ ലഭിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. കുറ്റബോധം തോന്നുന്നു. അറിവ് കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നെന്നും ത്യാഗരാജൻ കൂട്ടിച്ചേർത്തു. So there was also the danger of this spoiling the entire evidence. So that is how I resolved the dilemma by a neutral kind of statement. The subtlety and the neutrality of that statement, which I carefully left it as it was lost in the English translation when the matter went to the Supreme Court. Do you regret in this case, sir? Of course, there is a regret in the sense, had I not given the benefit of doubt and then recorded the statement as it was, it is quite possible that he would have been acquitted at that stage itself. Looking back in the benefit of hindsight, one would say, I should have recorded that sentence also, so that he would not be in the position that he is today. So that is how it is, Nadira. കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച അഭയ കേസിൽ V ത്യാഗരാജൻ ഇടപെട്ടത് ഭരണവർഗത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ടായിരുന്നു. അന്നത്തെ CBI DYSP ആയിരുന്ന വർഗീസ് P തോമസിന്റെ അഭയ ആത്മഹത്യ ചെയ്യുകയല്ല കൊല്ലപ്പെടുകയായിരുന്നെന്ന നിർണായക കണ്ടെത്തലിന്റെ മുനയൊടിച്ചയാളാണ് ത്യാഗരാജൻ. ഫാദർ കോട്ടൂരിനെ ബ്രെയിൻ മാപ്പിങ്ങിന് വിധേയനാക്കണമെന്ന വർഗീസ് P തോമസിന്റെ ആവശ്യം ത്യാഗരാജൻ തള്ളുകയായിരുന്നു. ത്യാഗരാജന്റെ പ്രവൃത്തിയിൽ മനം നൊന്ത് വർഗീസ് P തോമസ് ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ചു. എൻ്റെ മനസ്സിലായിട്ട് ഞാൻ ആര് പറഞ്ഞാലും ചെയ്യത്തില്ല എന്ന് ശേഷം ഞാനും SP ആയിട്ട് വളരെ ുള്ള ബന്ധമായിരുന്നു. വ്യക്തിപരമായിട്ട് ഡോണ്ട് വറി, വ്യക്തിപരമായിട്ട് ഇൻസൾട്ട് ചെയ്യുകയും ഹ്യൂമിലിയേറ്റ് ചെയ്യുകയും ഇത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിലെ വിളിച്ചു വരുത്തി മോശമായിട്ടുള്ള കേസിൽ വർഗീസ് കേസ് അന്വേഷണം അയാൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ കൊണ്ടുവരാൻ അഡ്ജസ്റ്റ് ചെയ്ത് അന്വേഷണം തിരിച്ചുവിടും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാത്ത ആളാണ്. പിന്നെ എനിക്ക് SP-യുടെ ഈ പിന്നെ എന്താ പറയുന്നത് അരസി ഉള്ള എനിക്ക് ഇഷ്ടമാകാതെ ഞാൻ ഹെഡ് ഓഫീസിനെ തന്നെ
നോട്ടീസ് കൊടുത്തു. രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന്റെ പ്രയോക്താക്കൾ ആരെന്ന ദിശയിൽ അന്ന് ഒരു അന്വേഷണവും നടന്നില്ലെന്ന് തന്നെ പറയാം. ഭരണവർഗത്തിന്റെ സ്വാധീനവും സമ്മർദ്ദവും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിയിരുന്നെന്നും വ്യക്തം. കൊലക്കേറിനു പറ്റിയ തലകൾ കണ്ടെത്തി അന്വേഷണം പൂർത്തിയാക്കുകയായിരുന്നു CBI. രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട് 3-ാം ദിവസം 1991 മെയ് 24-നായിരുന്നു CBI ഡയറക്ടറായിരുന്ന DR കാർത്തികേയന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. രാജ്യത്തെ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ട കേസ്. പ്രതികളെ കണ്ടെത്താൻ വൈകിയാലും അന്വേഷണം ഇഴഞ്ഞാലും പഴി കേൾക്കേണ്ടി വരുന്ന ഉദ്യോഗസ്ഥർ. എത്രയും പെട്ടെന്ന് ആളുകളെ പ്രതി ചേർക്കുക, അറസ്റ്റ് ചെയ്യുക, കോടതിക്ക് മുമ്പാകെ തെളിവ് നിരത്തുക, ഇതായിരുന്നു രീതി. രാജീവ് ഗാന്ധി വധിക്കപ്പെടുന്ന സമയത്ത് ജ്വാലാർപേട്ടിൽ കൂട്ടുകാരനോടൊപ്പം തിയേറ്ററിലിരുന്ന് സിനിമ കാണുകയായിരുന്നു പേരറിവാളൻ. രാജീവ് ഗാന്ധി വധത്തെ തുടർന്ന് പേരറിവാളിന്റെ നാട്ടിലെ തമിഴ് ഈഴം വിമോചന പ്രവർത്തകരുടെയും ദ്രാവിഡർ കഴകം അനുഭാവികളുടെയും വീടുകളിൽ പ്രത്യേക അന്വേഷണ സംഘം തിരച്ചിൽ നടത്തി. സുരക്ഷാ ഭീഷണിയുണ്ടെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പ് വകവയ്ക്കാതെയായിരുന്നു അന്ന് ശ്രീപെരുമ്പുതൂരിലേക്കുള്ള രാജീവിന്റെ യാത്രയെന്ന് സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിൽ ജസ്റ്റിസ് JS വർമ്മൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. 1992 സമർപ്പിച്ച ഈ റിപ്പോർട്ട് അന്നത്തെ നരസിംഹറാവു സർക്കാർ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇന്റലിജൻസ് ബ്യൂറോയുടെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ശ്രീപെരുമ്പുതൂരിൽ സുരക്ഷ കർശനമാക്കിയിരുന്നു. എന്നാൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങളിൽ കൈകടത്തിയെന്നും ജസ്റ്റിസ് JS വർമ്മ റിപ്പോർട്ട് ചെയ്തു. ഏറെ സമ്മർദ്ദങ്ങൾക്കൊടുവിലായിരുന്നു നരസിംഹറാവു സർക്കാർ ഈ റിപ്പോർട്ട് മനസ്സില്ലാ മനസ്സോടെ അംഗീകരിച്ചത്. ശ്രീപെരുമ്പുതൂരിൽ രാജീവ് ഗാന്ധി പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് റാലിയിൽ ശുഭയും ശിവരശ്നും ചാവേർ തനുവും പങ്കെടുത്തത് അന്നത്തെ കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി മരതകം ചന്ദ്രശേഖരന്റെ അറിവോടെയായിരുന്നു. എന്നാൽ ശുഭയും ശിവരശ്നും പിടിയിലായതോടെ ആ വഴിക്കുള്ള അന്വേഷണം ഉദ്യോഗസ്ഥർ വേണ്ടെന്ന് വെച്ചു. ശുഭയും ശിവരശ്നും ചാവേർ തനുവും സമ്മേളന നഗരിയിൽ പ്രവേശിച്ചത് സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമായിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മരതകം ചന്ദ്രശേഖരനായിരുന്നു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇവർക്ക് അനുവാദം നൽകിയത്. ഹാരവും പൂച്ചെണ്ടുകളും കൈമാറുന്നതിനായി ശുഭ, തനു, ശിവരശൻ എന്നിവർ രാജീവ് ഗാന്ധി സഞ്ചരിക്കുന്ന നടപ്പാതയിൽ കാത്തുനിൽക്കുന്നത് സംഭവസ്ഥലത്തുനിന്ന് ലഭിച്ച ക്യാമറ പകർത്തിയിരുന്നു. തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി ഏർപ്പാട് ചെയ്ത വീഡിയോഗ്രാഫറും സംഭവസ്ഥലത്തുണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ പിന്നീട് ഈ ക്യാമറമാനെ പിടികൂടുകയും ദൃശ്യങ്ങൾ കൈക്കലാക്കുകയും ചെയ്തു. CBI ഡയറക്ടറായിരുന്ന DR കാർത്തികേയൻ ദൃശ്യങ്ങൾ അടങ്ങിയ ടേപ്പ് അന്നത്തെ ഇന്റലിജൻസ് ബ്യൂറോ മേധാവി MK നാരായണന് നൽകി. മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന രഘുത്തമനായിരുന്നു ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ട ചുമതല. ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് ദൃശ്യങ്ങൾ അടങ്ങിയ ടേപ്പ് ലഭിച്ചെങ്കിലും അത് എഡിറ്റ് ചെയ്ത നിലയിലായിരുന്നു. രാജീവ് ഗാന്ധി സമ്മേളനവേദിയിൽ എത്തിയതിനു ശേഷമുള്ള ദൃശ്യങ്ങൾ വെട്ടിമാറ്റപ്പെട്ടിരുന്നു. കൂടാതെ അന്നത്തെ വീഡിയോഗ്രാഫറെ ചോദ്യം ചെയ്യാൻ മേലുദ്യോഗസ്ഥർ രഘുത്തമനെ അനുവദിച്ചതുമില്ല. ரகுத்தமன் சொல்றாரு, நான் வந்து ஃப்ரீயாக எனக்கு ஃப்ரீடம் இல்லை இன்வெஸ்டிகேஷனில், ஐ டு நாட் ஹேவ் ஃப்ரீடம். அப்போ எனக்கு ஒரு ப்ரெஷர் இருந்துகிட்டே அது அங்கே போய் விசாரிக்காத, இவங்களை போய் விசாரிக்காத. இந்த 26 பேர் வந்தாச்சு இல்லை, இந்த சைக்கிள்குள்ளே வந்து இந்த சர்க்கிள்குள்ளே பார்த்தீங்கன்னா 26 பீப்புள் கன்விக்டடு. அதில் 13 இந்தியா தமிழர், இந்தியாவில் இருக்கிற ஆட்கள், 13 வந்து ஸ்ரீலங்கா ஆட்கள். அப்படி கரெக்டாக பிரிச்சுட்டாங்க. ஏன்னா இது ஒரு பெரிய வேறு மாதிரி ஒரு கான்ஸ்பிரசி. கவர்மெண்ட் வந்து ஒரு ஃபோர்ஸ் பண்ணியிருக்கு. ஏன்னா ராஜீவ் காந்தி ப்ரொஃபைல், ராജീവ് ഗാന്ധി കേസ് സീക്രം മുടി. LTTയുടെ ഇന്റലിജൻസ് ചീഫ് പുട്ടു അമ്മനുമായി ശിവരശൻ കൈമാറിയ വയർലെസ് സന്ദേശങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അവഗണിച്ചു. ഇതും അന്വേഷണം വഴിതിരിഞ്ഞു പോകാൻ കാരണമായി. രാജീവ് ഗാന്ധിയെ വധിക്കാനായി ബോംബ് ആര് നിർമ്മിച്ചു, എവിടെ നിർമ്മിച്ചു എന്നതു സംബന്ധിച്ച് വിശദീകരണം നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന K രഘുത്തമൻ പിന്നീട് തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ ബോംബ് നിർമ്മിക്കാൻ 2 ബാറ്ററികൾ വാങ്ങി നൽകിയെന്ന കുറ്റം ചുമത്തിയാണ് പേരറിവാളൻ 22 വർഷമായി ജയിലിൽ കഴിയുന്നത് എന്നതാണ് വൈരുദ്ധ്യം. സ്പെഷ്യൽ കറസ്പോണ്ടന്റിൽ ഒരിടവേള കൂടി. വൈകിയ വേളയിലെങ്കിലും ത്യാഗരാജൻ മനസ്സ് തുറന്നതിൽ സന്തോഷവതിയാണ് പേരറിവാളിന്റെ അമ്മ അർബുദാമ്മാൾ. ത്യാഗരാജനെ കോടതി കയറ്റുന്നതിനേക്കാൾ തന്റെ മകനെ ജയിലിനു പുറത്തിറക്കുന്നതിനെക്കുറിച്ചാണ് ഈ അമ്മ സ്വപ്നം കാണുന്നത്. 1991 ജൂൺ 10 വീട്ടിൽ നിന്ന് മകനെ കൊണ്ടുചെന്ന് പെരിയാർ തിടലിൽ ഹാജരാക്കിയ അന്നു മുതൽ തോരാത്ത കണ്ണീരുമായി 22 വർഷമായി കോടതികൾ കയറിയിറങ്ങുകയാണ് ഇവർ. മകൻ നിരപരാധിയാണെന്ന് മറ്റാരേക്കാളും പെറ്റമ്മയായ തനിക്കറിയാം. ഉന്നത ജീവിത മൂല്യങ്ങൾ പകർന്നു നൽകിയാണ് തങ്ങൾ അറിവിനെ വളർത്തിയത്.
അറിവൊരിക്കലും വിധ്വംസക പ്രവൃത്തികളിൽ ഏർപ്പെടില്ലെന്നും അർബുദാമ്മാൾ പറയുന്നു. 22 ஆண்டுகளுக்கு பிறகாவது என் பையனுக்கும் ராஜீவ் கொலைக்கும் தொடர்பில்லை அப்படின்ற ஆதாரத்தை வெளியிட்ட சிபிஐ அதிகாரி தியாகராஜனுக்கு முதல்ல நான் நன்றி சொல்லணும். ஏன்னா கொலைகாரன்னு என் பையனை பற்றி எல்லாரும் பேசும்போதும் எழுதும்போதும் நான் வேதனைப்பட்டிருக்கேன். அது மறைஞ்சி இன்றைக்கி அவன் நிரபராதி அப்படின்றது அவரோட வாக்குமூலத்தில் தான் வெளிப்பட்டிருக்கு. நாளைக்கே என் பையன் வெளியே வந்தால் நல்லது தான். அமைதியாக அவன் வெளியே வந்துட்டான்னா எனக்கு போதும்மா. ത്യാഗരാജന്റെ ഏറ്റുപറച്ചിൽ തന്റെ പ്രാർത്ഥനയുടെ ഫലമെന്ന് ഇവർ വിശ്വസിക്കുന്നു. 2011 സെപ്റ്റംബർ 9 പേരറിവാളൻ തൂക്കുകയറിലേക്ക് നടന്നടുക്കേണ്ടതായിരുന്നു. എന്നാൽ 2011 ഓഗസ്റ്റ് 11 വധശിക്ഷ മദ്രാസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇതോടെ പ്രതീക്ഷകൾക്ക് പുതുനാമ്പുകൾ മുളക്കുകയായിരുന്നു. നിലവിൽ സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ് കേസ്. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ അർബുദാമ്മാളും കുടുംബവും ജീവിക്കുന്നു. അറിവ് വീട്ടുപടിക്കിലേക്ക് വീണ്ടും വരുമെന്ന പ്രതീക്ഷയിൽ. തൂക്കുമരത്തിലേക്കുള്ള ദിനങ്ങൾ എണ്ണുമ്പോഴും വിധിയെ പഴിച്ച് ഒതുങ്ങിക്കൂടാൻ തയ്യാറല്ലായിരുന്നു പേരറിവാളൻ. ജയിലിൽ നിന്നെഴുതിയ പരീക്ഷകളിലെല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കാൻ പേരറിവാളിന് കഴിഞ്ഞു. 1200-ൽ 1090 മാർക്ക് നേടിയാണ് പേരറിവാളൻ ജയിലിൽ വെച്ച് +2 പരീക്ഷ പാസ്സായത്. BCA, MCA തുടങ്ങിയ കോഴ്സുകളും പഠിച്ചു. ജയിലിലെ ഒഴിവുസമയം സഹതടവുകാർക്ക് അറിവ് പകർന്നു നൽകാൻ വിനിയോഗിക്കുന്നു. തൂക്കുമരത്തിലേക്ക് നടന്നെടുക്കേണ്ടി വരുന്ന ദിവസമോർത്ത് ഭീതിയോടെ കഴിഞ്ഞിരുന്ന അറിവിന് പ്രതീക്ഷ നൽകുന്നതാണ് വധശിക്ഷ വിധിച്ച ജസ്റ്റിസ് KT തോമസിന്റെ വാക്കുകൾ. ഒരു വ്യക്തിക്ക് ഒരു കുറ്റത്തിന് 2 ശിക്ഷ നൽകാനാവില്ല. അങ്ങനെ ചെയ്താൽ അത് ഭരണഘടനയുടെ 21ാം വകുപ്പിന്റെ ലംഘനമാകുമെന്ന് KT തോമസ് അഭിപ്രായപ്പെടുന്നു. ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളെ വധശിക്ഷ വിധിച്ചതിന് ശേഷം 14 വർഷമായിട്ട് വധശിക്ഷ നടപ്പിലാക്കാതെ കിടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ 2 ശിക്ഷകൾക്ക് വിധേയനാക്കിയെന്നാണ്. 2 ശിക്ഷകളിൽ ഏതെങ്കിലും ഒന്ന് വിധിക്കാനേ കോടതിക്ക് അധികാരമുള്ളൂ. നിയമപ്രകാരവും 2-ൽ 1 ശിക്ഷയെ കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ വധശിക്ഷ അല്ലെ ജീവപര്യന്തം തടവ്. 2ഉം കൂടെ കൊടുക്കാൻ അവകാശമില്ല ഒരു കുറ്റത്തിന്. ഇനി അവരെ വധശിക്ഷ നടപ്പിലാക്കുകയാണെങ്കിൽ ക്രൂരമാണ്, മനുഷ്യാവകാശ ലംഘനമാണ്. 2 ശിക്ഷയ്ക്ക് അവർ വിധേയരാക്കപ്പെട്ടു. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ നേതൃത്വത്തിലുള്ള വധശിക്ഷാ വിരുദ്ധ മുന്നണി പ്രവർത്തകർ നടത്തുന്ന പോരാട്ടവും പേരറിവാളൻ അടക്കമുള്ളവർക്ക് ആശ്വാസം പകരുന്നു. ശിക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതോടൊപ്പം പ്രധാനമാണ് രാജീവ് വധക്കേസിൽ നീതി നടപ്പിലായോ എന്ന അന്വേഷണം. ആരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു കുറ്റസമ്മതമൊഴിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തിരിമറി നടത്തിയതെന്ന കാര്യം പുറത്തുകൊണ്ടുവരേണ്ടതുണ്ട്. പേരറിവാളൻ നീതി ചോദിക്കുകയാണ് തന്റെ യൗവനം കവർന്നെടുത്ത രാജ്യത്തെ കോടതികളോട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം.